സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൽ പലരും ചെയ്യുന്ന റോങ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ് നമ്മുടെ ഹാൻഡിൽ ചെയ്യുന്ന ബ്രാൻഡ്സിന്റെ പേജ്, ക്ലയൻസിന്റെ പേജ് ഒക്കെ നമ്മുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ട് അവരോട് നമ്മുടെ ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ പറയുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുള്ള ഒരു പേഴ്സണൽ ബോണ്ടിന്റെ പുറത്ത് ചിലപ്പോൾ അവർ ആ പേജ് ഫോളോ ചെയ്യാം, അതേപോലെ സപ്പോർട്ടൊക്കെ ചെയ്തേക്കാം. പക്ഷെ ഒരു ലോങ് ടേമിലേക്ക് നോക്കുന്ന സമയത്ത് അവരതിന്റെ റൈറ്റ് ആയിട്ടുള്ള ഓഡിയൻസ് അല്ലെങ്കിൽ അവന്റെ കണ്ടന്റ് കൺസ്യൂം ചെയ്യേണ്ട ആൾക്കാരല്ലെങ്കിൽ അത് ആ ബ്രാൻഡിനെ നെഗറ്റീവ് ആയിട്ടാണ് എഫക്ട് ചെയ്യുക. മാത്രല്ല നമ്മുടെ കണ്ടന്റ് സ്ട്രാറ്റജി റൈറ്റ് ആണോ, അതേപോലെ കണ്ടന്റ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്യാനും പറ്റൂല. സോ ഇങ്ങനെ ഒരു എക്സ്ട്രാ എഫേർട്ട് ഇട്ട് ഫോളോ ചെയ്ത് എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നതിന് പകരം ആ ഒരു ടൈം നമുക്ക് കണ്ടന്റ് റിസർച്ചിലേക്കും ടാർഗറ്റ് ഓഡിയൻസിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മുടെ കണ്ടന്റ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു എക്സ്ട്രാ എഫേർട്ട് ഇല്ലെങ്കിലും ആ ഒരു കണ്ടന്റ് പീസ് വർക്ക് ചെയ്തോളൂ. ഇതിനൊരു ചെറിയ എക്സാമ്പിൾ ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്യാം. ഒരു പ്രോപ്പർ ആയിട്ടുള്ള എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഇല്ലാണ്ട് കണ്ടന്റിന്റെ ക്വാളിറ്റി കൊണ്ട് അല്ലെ അതിന്റെ വാല്യൂ കൊണ്ട് മാത്രം വർക്ക് ചെയ്ത ഒരു കണ്ടന്റ് പീസ് ആണിത്. സോ നിങ്ങളുടെ കണ്ടന്റ് ഇതുപോലെ റൈറ്റ് ആയിട്ടുള്ള കണ്ടന്റ് ആണ്, റൈറ്റ് ആയിട്ടുള്ള ഓഡിയൻസിലേക്കുള്ള കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ എഫേർട്ട് ഇല്ലാണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡിനെ സ്കെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഫോർ മോർ ടിപ്സ് ലൈക്ക് ദിസ്, just follow social media.